कृष्णाय वासुदेवाय हरये परमात्मने प्रणत क्लेशनाशाय गोविन्दाय नमो नमः. ഹരേ കൃഷ്ണ. സർവം ശ്രീരാധാ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഭക്തർക്ക് വേണ്ടിയിട്ട് ഏത് വേഷം ധരിക്കാനും ഭഗവാന് യാതൊരു മടിയും. ഭക്തദാസനാണല്ലോ ഭഗവാൻ. പഞ്ചപാണ്ഡവരെ എപ്പോഴും രക്ഷിക്കാനും അവരുടെ സഹായിയായിട്ട് ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം എന്നുള്ളത് കാലത്തിൻ്റെ നീതിയായിരുന്നു. ധർമ്മത്തിന് അധർമ്മത്തിൻ്റെ മേലുള്ള ആ വിജയം, അതിനു വേണ്ടിയിട്ടായിരുന്നല്ലോ ഭഗവാന്റെ അവതാര ഉദ്ദേശം. അതിലേക്ക് അടുക്കുന്നതിന് മുമ്പ് യുദ്ധം സർവ വിനാശകരമാണെന്ന് കൗരവന്മാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവർക്ക് വേണ്ടി സംസാരിക്കാൻ, പാണ്ഡവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൂതനെ പോലെ ഭഗവാൻ ഹസ്തിനപുരത്തിലേക്ക് പോകുന്നുണ്ട്, സമാധാനത്തിന്റെ ദൂതുമായി. കുരുക്ഷേത്ര യുദ്ധം അത് സംഭവിക്കേണ്ടതാണ്. അത് ഭഗവാന് ആ നിയതിയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമെങ്കിലും ഭഗവാൻ പാണ്ഡവരോടായിട്ട് ചോദിക്കുകയാണ്, ഈ യുദ്ധം അനിവാര്യമാണോ? ദ്രൗപദി, ദൃഷ്ടദ്യുമ്നൻ, സാത്വികി, സഹദേവൻ തുടങ്ങിയവർ യുദ്ധം വേണമെന്ന് തന്നെ ഉറച്ചു. ദ്രൗപദിയുടെ മാനാഭിമാനം സംരക്ഷിക്കേണ്ടത് ഈ യുദ്ധത്തിലൂടെ ആ ദ്രൗപദിക്ക് കണക്ക് ചോദിക്കാനുണ്ട്. കൗരവ സഭയിൽ വെച്ച് ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു. മഹാരഥന്മാർ പോലും മിണ്ടാതെ കണ്ണും പൂട്ടിയിരുന്നു. ഈ നീതികേടിന് യുദ്ധം തന്നെയാണ് പരിഹാരം. മാത്രമല്ല, അജ്ഞാതവാസം കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ടും തങ്ങൾക്ക് അവകാശപ്പെട്ട ഇന്ദ്രപ്രസ്ഥം കൗരവന്മാർ തിരിച്ചു നൽകുന്നു. എന്നാൽ ഈ യുദ്ധം കൊണ്ടുണ്ടാകുന്ന സർവനാശത്തെപ്പറ്റി ബോധ്യമുള്ള ഭീമനും യുധിഷ്ഠിരനും യുദ്ധത്തിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അർജുനന്റെ അഭിപ്രായം ശ്രീകൃഷ്ണൻ എന്താണോ പറയുന്നത് അതുപോലെ ചെയ്യാം എന്നുള്ളത് മാത്രമായി. ഒരു സമാധാന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പാണ്ഡവന്മാർക്ക് നീതി ലഭിക്കുമോ എന്നറിയാനായിട്ട് ഒരു ദൂതനെ പോലെ ഹസ്തിനപുരിയിലേക്ക് സാത്വികയോടൊന്നിച്ച് പുറപ്പെടുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. കർണന്റെയും ശകുനിയുടെയും വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്ന ദുര്യോധനാദികൾക്ക് കൃഷ്ണൻ എപ്പോഴും പാണ്ഡവ പക്ഷമാണെന്നുള്ള ചിന്തയായി. കൃഷ്ണനോട് ചിരിച്ചു കളിച്ചുമൊക്കെ അവർ പെരുമാറുന്നുണ്ടെങ്കിലും ഉള്ളില് നല്ല ഈർഷ്യാണ്. കാരണം പാണ്ഡവന്മാർക്ക് എപ്പോഴും നീതിക്ക് വേണ്ടി സംസാരിക്കാൻ കൃഷ്ണൻ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കൃഷ്ണനാണ് പാണ്ഡവ ദൂതുമായി വരുന്നതെന്ന് അറിയുന്ന ഹസ്തിനപുരത്തിലുള്ള ആളുകൾ എല്ലാവരും കൃഷ്ണനെ സ്വീകരിക്കാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ദുര്യോധനാദികളുടെ ഉള്ളിൽ ആശങ്കയുണ്ടെങ്കിലും കൃഷ്ണനെ കാണിക്കാനായിട്ട്, കൃഷ്ണനെ സ്വീകരിക്കാൻ എന്നോളം ആർഭാടത്തോടെ ഒരുങ്ങി നിൽക്കുകയാണ് ഹസ്തിനപുരത്തിലെത്തുന്ന ശ്രീകൃഷ്ണൻ. പക്ഷേ ദുര്യോധനാദികളുടെ ഉപചാരങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. താനിപ്പോൾ പാണ്ഡവ ദൂതുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉപചാരങ്ങൾ സ്വീകരിച്ച് ഹസ്തിനപുരത്തിൽ കഴിയുന്നത് അത് ധർമ്മനീതിക്ക് ചേർന്നതല്ല. അതുകൊണ്ട് ഞാൻ വിതുരരുടെ ഗൃഹത്തിലേക്ക് പോവുകയാണ്. വിതുരർ ഭഗവാന്റെ പരമഭക്തനാണ്, സാത്വികനാണ്. ഭഗവാന് വിതുരരെ ഒരുപാട് ഇഷ്ടമാണ്. കൗരവന്മാരുടെ അധർമ്മ കളിയിലൊന്നും പങ്കെടുക്കാതെ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ടും ഈ പാണ്ഡവരോട് ചെയ്യുന്ന അനീതിക്കെതിരെ സംസാരിച്ചതിന്റെ പേരില് ദുര്യോധനാദികളുടെ വെറുപ്പ് സമ്പാദിച്ച് അവിടെ നിന്ന് ആ കൗരവ സഭയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്ന ഒരാളാണ് വിതുര. വിതുരരുടെ ഗൃഹത്തില് അദ്ദേഹത്തിന്റെ ഭക്തിയും ശ്രദ്ധയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ വിശ്രമിക്കുമ്പോൾ വിതുരര് കൗരവാദികളുടെ കണക്കുകൂട്ടലുകൾ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാനെ, എത്ര അറിവും കഴിവും ഉണ്ടെന്ന് പറഞ്ഞാലും ദുര്യോധനാദികളെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല. അവർക്ക് എപ്പോഴും ഈർഷ്യയാണ്, വെറുപ്പും വിദ്വേഷവും മാത്രമേ ഉള്ളൂ പാണ്ഡവരോട്. അധികാര മോഹികളാണ്. മാത്രമല്ല, അച്ഛനായ ധൃതരാഷ്ട്രാണെങ്കിൽ മക്കളോടുള്ള അമിതമായ സ്നേഹ വാത്സല്യം കൊണ്ട് അന്ധനായി മാറിയിരിക്കുകയാണ്. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, അവരാരും തന്നെ പാണ്ഡവർക്ക് നീതി നൽകുക. അങ്ങയുടെ ഈ വരവ് പോലും വിഫലമാകും. മാത്രമല്ല, അങ്ങേ പോലും അപായപ്പെടുത്താൻ അവർ ശ്രമിക്കുമോ എന്നെനിക്ക് ഭയമുണ്ട് കൃഷ്ണ. ഭഗവാൻ പുഞ്ചിരി തൂകും. എന്നിട്ട് വിതുരരോടായി പറയും, വിതുരരെ ഭയപ്പെടേണ്ട, എല്ലാവരുടെ മനസ്സും എനിക്കറിയാം. സമാധാനത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തണമല്ലോ, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. പിറ്റേ ദിവസം കാലത്ത് വിതുരരോടും സാത്വികയോടും ഒപ്പം ഹസ്തിനപുരത്തിന്റെ ആ കൗരവ സഭയിലേക്ക് പ്രവേശിക്കുകയാണ് ഭഗവാൻ. എല്ലാ മഹാരഥന്മാരും ഉണ്ട്. ദുര്യോധനാദികള്, ധൃതരാഷ്ട്രര്, ഭീഷ്മര്, ദ്രോണര്, കർണര് എല്ലാവരും അങ്ങനെ സഭയിലങ്ങനെ നിരന്നിരിക്കുകയാണ്. ഒരുപാട് ഋഷിവര്യന്മാര്, സന്യാസിവര്യന്മാർ അവിടെ ഉണ്ട്. വരാൻ പോകുന്ന മഹായുദ്ധത്തെക്കുറിച്ചുള്ള ഭീതിയിൽ അതെങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട്, ആ കൃഷ്ണനെ പിന്തുണയ്ക്കാനായിട്ട് അവരും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ അവർക്കൊന്നും അർഹതപ്പെട്ട സ്ഥാനമോ ആദരവോ ഒന്നും ദുര്യോധനാദികൾ കൊടുക്കുന്നു. കൃഷ്ണൻ മഹാസഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ
പാണ്ഡവ ദൂതൻ എന്നുള്ള ആദരവോടുകൂടി ദുര്യോധനാദികൾ സ്വീകരിക്കുന്നു. പക്ഷേ തലേ ദിവസം തങ്ങളുടെ ഉപചാരം സ്വീകരിക്കാത്തതിൽ നല്ല ദേഷ്യമുണ്ട് ദുര്യോധനന്. അതവർ പ്രകടിപ്പിക്കുന്നു. ധൃതരാഷ്ട്രർ സന്തോഷത്തോടുകൂടി ഭഗവാന് ഒരു മനോഹരമായ സിംഹാസനം കൊടുക്കുന്നു. അവിടെ ഇരിക്കാനായിട്ട് ആദരവോടെ ആവശ്യപ്പെടുമ്പോ അതേ ധാരാളം ഋഷിവര്യന്മാര് സന്യാസിവര്യന്മാര് അങ്ങനെ നിൽക്കുമ്പോ തനിക്ക് മാത്രം ഒരു സിംഹാസനം നീട്ടിയിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു തനിക്കൊപ്പം ഇവരെ കൂടി അർഹതപ്പെട്ട സ്ഥാനത്തിൽ ഇരുത്തണം, എന്നാൽ മാത്രമേ താന് ഈ സിംഹാസനം സ്വീകരിക്കൂ. ഒടുവില് ദുര്യോധനാദികൾക്ക് ആ സന്യാസി ഋഷിവര്യന്മാരെ കൂടി ആദരവോടുകൂടി സ്വീകരിച്ചിരുത്തേണ്ടതായിട്ട് വരുന്നു. കൃഷ്ണൻ എന്തു പറഞ്ഞാലും പിന്തുണയ്ക്കാൻ വേണ്ടി ഈ ഋഷി സന്യാസി വര്യന്മാരും വിതുരരും സാത്വികിയും ഉണ്ട് എന്നുള്ളത് ദുര്യോധനനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ടായി. കൃഷ്ണൻ എന്ത് മുന്നോട്ട് വെച്ചാലും ശകുനിയുടെയും കർണന്റെയും നിർദ്ദേശം അനുസരിച്ച് മാത്രമേ തന്റെ മകനായി ദുര്യോധനൻ പ്രവർത്തിക്കുള്ളൂ എന്നുള്ളത് ധൃതരാഷ്ട്രർക്ക് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം നിശബ്ദനായിരുന്നു. അങ്ങനെ എല്ലാവരും ചെവിയോർക്കുകയാണ് കൃഷ്ണന്റെ വാക്കുകൾ കേൾക്കാൻ. ഭഗവാൻ എഴുന്നേറ്റെന്ന് പറയാണ്, ദുര്യോധനാദികൾ ചെയ്ത കടുത്ത അനീതിയുടെ അധർമ്മത്തിന്റെ ഫലമായിട്ട് വരാൻ പോകുന്ന മഹായുദ്ധത്തിന്റെ ഒരേ ഒരു പരിഹാരം ദ്രൗപദിയുടെ അച്ഛനായ ദ്രുപദന്റെ കാൽക്കൽ വീണ് തന്റെ മകളോട് ചെയ്ത ക്രൂരതയ്ക്ക് ആദ്യം മാപ്പ് പറയുക എന്നുള്ളതാണ്. ദുര്യോധനാദികൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഈ വലിയ യുദ്ധം തന്നെ ഒഴിവാക്കും. ധൃതരാഷ്ട്രർ നേരെ ദുര്യോധനന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഭഗവാൻ പറയുന്നത് കേട്ടിട്ട് പുച്ഛഭാവത്തോടുകൂടി പരിഹാസത്തോട് ചുരുക്കിയാണ് ദുര്യോധനാദികൾ. മാപ്പ് പറയാനോ? തങ്ങളുടെ രോമം പോലും ദ്രുപദന്റെ മുന്നിൽ കീഴടങ്ങുകയും. ഒടുവിൽ ഭഗവാൻ പറയുന്നു, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥം സ്വന്തമാക്കിയത്. അവർക്ക് അവകാശപ്പെട്ട രാജ്യമാണത്. അജ്ഞാതവാസത്തില് അവർ പിടിക്കപ്പെട്ടതുമില്ല. ആ ഇന്ദ്രപ്രസ്ഥം അവർക്ക് തിരിച്ചു കൊടുത്തു പറയാണ്, ഒരിക്കലും വിട്ടു നൽകുകയില്ല. ഇന്ദ്രപ്രസ്ഥം ഒരിക്കലും പാണ്ഡവർക്ക് തിരിച്ചു കൊടുക്കുകയില്ല. പല പരിഹാര മാർഗങ്ങളും ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്. പാണ്ഡവർക്ക് രാജ്യവും ഒന്നും വേണ്ട, പക്ഷേ അവരോട് ചെയ്ത അനീതിക്ക് പരിഹാരം എന്നോണം അവസാനമായിട്ട് ഒരു നീക്കുപോക്കെന്നുള്ള രീതിയിൽ ഭഗവാൻ ചോദിക്കുന്നു, പാണ്ഡവർക്ക് ഈ ഹസ്തിനപുരി എന്ന മഹാനഗരത്തിലെ ഒരു 5 ഗ്രാമങ്ങളെങ്കിലും കൊടുത്തുകൂടെ? അവരതിൽ സന്തോഷത്തോടുകൂടി വെക്കോളും. ഒരു യുദ്ധത്തിനും അവർ പിന്നീട് വരില്ല. അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശം കർണന് ചെറുതായിട്ട് സമ്മതപ്പെട്ടു. 5 ഗ്രാമല്ലേ ഉള്ളൂ, അത് കൊടുത്തേക്കാം എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം ദുര്യോധനനെ നോക്കുന്നു. ഭീഷ്മർക്കും ദ്രോണർക്കും എല്ലാം ഈ പരിഹാര നിർദ്ദേശത്തിനോട് യോജിപ്പുണ്ടായി. ധൃതരാഷ്ട്രർക്ക് പേടിയായിരുന്നു, മകൻ എന്താണ് പറയുന്നത്, മകൻ പറയുന്നതും കേൾക്കാനായിട്ട് കാതോർക്ക് നിൽക്കുകയാണ്. എന്നാൽ ദുര്യോധനൻ നേരെ ശകുനിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ശകുനി പറയാണ്, ഒരിക്കലും ചെയ്യരുത്. ഈ 5 ഗ്രാമങ്ങൾ പിന്നെ 5 രാജ്യമായിട്ട് അവര് പിടിച്ചെടുക്കും. അറിയാലോ, ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ ആയിരിക്കും. കൃഷ്ണൻ അങ്ങനെ പലതും പറയും. അവർക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ആളാണ്. ആളെ വിശ്വസിക്കരുത്. ഒരിക്കലും ഒരു സൂചി കുത്താൻ പോലും ഉള്ള സ്ഥലം തരില്ല എന്നങ്ങ് പറഞ്ഞേക്ക്. അതിനനുസരിച്ച് ദുര്യോധനൻ പറയുന്നു, ഒരു സൂചി കുത്താനുള്ള സ്ഥലം പോലും പാണ്ഡവർക്ക് എന്റെ രാജ്യത്ത് നിന്ന് ഞാൻ കൊടുക്കില്ല. ആ തീരുമാനം അടിയുറച്ചതാണ് എന്ന് ഭഗവാൻ മനസ്സിലാക്കും. ഈ അഹങ്കാരത്തിന് പരിഹാരം എന്ന് പറയുന്നത് ഇനി യുദ്ധം മാത്രമാണെന്ന് ഭഗവാന് ബോധ്യായി. ദുര്യോധനന്റെ അഹന്തയോടുള്ള ആ സംസാരം അത് ഭഗവാന് തീരെ ഇഷ്ടായില്ല. ആരോ ആണെന്നുള്ള വിചാരം, താനാണ് എല്ലാം എന്നുള്ള ഭാവം. ഒക്കെ അറിവ് കഴിവുണ്ടായിട്ട് എന്താ കാര്യം? കൺമുന്നിലിരിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. ഭഗവാൻ എഴുന്നേറ്റ് എന്ന് പറയാണ്, ഈ സഭയിലിരിക്കുന്ന മഹാരഥന്മാർ ഇപ്പോ ദുര്യോധനാദികൾക്ക് പിന്തുണ ചെയ്യുന്നുണ്ടല്ലേ? ഒന്നും തന്നെ മിണ്ടുന്നില്ല, നീതിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതേ ഇല്ല. ഹേ മഹാരഥന്മാരെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണോ? അർജുനന്റെയും ഭീമന്റെയും ശക്തിയും യുധിഷ്ഠന്റെ ധർമ്മ രോഷവും ചേർന്നാല് ഈ ലോകം തന്നെ ഇല്ലാതെയാക്കാൻ അവർക്ക് സാധിക്കും. ഇതൊന്നും അറിയാത്ത മൂഢന്മാരായിട്ടാണോ നിങ്ങൾ കൂടി ഈ മഹാവിപത്തായിട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ഇത്രയും കൊടുമ്പിരി കൊള്ളുന്നത്? ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഈ യുദ്ധത്തിന്റെ പരിണിത ഫലം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായി. ഇത്രയും കൂടി ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ദുര്യോധനാദികൾ ചാടി വീഴുകയാണ് ഭഗവാന്റെ അടുത്തേക്ക്. ഭഗവാന്റെ നേർക്ക് വാളോങ്ങാൻ തുടങ്ങിയപ്പോഴേക്കും തന്നെ സാത്വികയും തിരിച്ചു വാളോങ്ങി. ദുര്യോധന്റെ നേർക്ക് വാളോങ്ങി. അപ്പൊ ഭഗവാൻ സാത്വികയുടെ കയ്യിൽ കയറി അങ്ങ് പിടിച്ചു. ആ കൗരവ സഭ ഒന്നാകെ ഒന്ന് ഇളകി മറിയാണ്. അവിടെ എല്ലാം കോലാഹലം. ഭഗവാന്റെ നേർക്ക്, ദൂതനായി വന്ന ഭഗവാന്റെ നേർക്ക് ദുര്യോധനൻ വാളോങ്ങുകയോ. ശാന്തമായിട്ട് സാത്വികയോട് പറയുന്നു, നമ്മള് ദൂതുമായിട്ടാണ് വന്നത്. നമ്മുടെ കർമ്മം ചെയ്തു
തിരിച്ചു മടങ്ങാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ സാത്വികയോടും വിതുരരോടും ഒപ്പം കൗരവ സഭ വിടാനൊരുങ്ങുമ്പോ ദുര്യോധനാദികളുടെ നിർദ്ദേശം അനുസരിച്ച് പടയാളികൾ വരികയാണ് ഭഗവാനെ പിടിച്ചു കെട്ടാൻ. വിതുരർ ഇത് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ സാത്വികിക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. സാത്വികി ഭഗവാന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അങ്ങനെ അടിയുറച്ച് നിലകൊള്ളുന്നു. എപ്പോഴാണോ ഭഗവാനെ പിടിച്ചു കെട്ടാനായിട്ട് അവര് വരുമ്പോ അത്രയും നേരം ശാന്തതയോട് കൂടിയിട്ടാണ് ഭഗവാൻ നിന്നത്. എന്നാൽ പിന്നീട് ആ പുഞ്ചിരി അങ്ങ് മാറി. ഭഗവാന്റെ കണ്ണുകള് അത് തീജ്വാല പോലെ ജ്വലിക്കാൻ തുടങ്ങി. ഭഗവാന്റെ രൂപക്കട അങ്ങോട്ട് മാറി. ഭഗവാൻ കൈ അങ്ങോട്ട് വീശി ഉത്തരി അങ്ങോട്ട് പറന്നു. ആ സമയത്ത് എവിടെ നിന്നോ ശംഖധ്വനി കേൾക്കുന്നുണ്ട്. ആ സഭയിൽ മുഴുവനും കോലാഹലായി. അപ്പോ എല്ലാവരും നോക്കിക്കാണ ഭീഷ്മര് ദുര്യോധനൻ ഒക്കെ കാണാണ്. ഭഗവാന്റെ കണ്ണിലൂടെ ആ തീജ്വാല കാണാണ്. ആ തീജ്വാലയുടെ ഉള്ളിൽ നിന്ന് അവർക്ക് തോന്നുകയാണ് ഭഗവാൻ അതാ ആകാശമുട്ടം വളരുകയാണോ, അതാ വിശ്വരൂപം. ഭഗവാൻ ആ വിശ്വരൂപം അങ്ങനെ കാണിച്ചു കൊടുക്കാണ്. ഭീഷ്മരൊക്കെ കണ്ണു മിഴിച്ച് ഭഗവാന്റെ വിശ്വരൂപം കാണുകയാണ്. ആ കണ്ണിനുള്ളിലൂടെ ആ ബ്രഹ്മാണ്ടം എപ്പോഴാണോ ആ വായ തുറന്ന് അമ്മയ്ക്ക് യശോദാമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത ബ്രഹ്മാണ്ടം ആ ഭഗവാന്റെ തീ പോലെ ജ്വലിക്കുന്ന കണ്ണിനുള്ളിലൂടെ എല്ലാവരും കാണുകയാണ്. ദുര്യോധനന്റെ ആ നിൽപ്പും കൗരവ സഭയും ഹസ്തിനപുരിയും ഒക്കെ ഭഗവാന്റെ ബ്രഹ്മാണ്ടത്തിൽ ഒരു പൊട്ടുപോലും ഇല്ല. അത്രയും കേവലമായിട്ടുള്ള ഒരു പൊടി പോലെ നിൽക്കുന്നു ഭഗവാൻ. അതാ ആ ബ്രഹ്മാണ്ടം പോലെ വളർന്നു നിൽക്കുന്നു. ആ രൂപം കണ്ടിട്ട് ഈ തനിക്ക് എന്താ സംഭവിച്ചത്, താൻ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാതെ സ്തബ്ധനായി നിൽക്കുകയാണ് ദുര്യോധനൻ. സംസാരിക്കാനോ കൈകാലുകൾ ചലിപ്പിക്കാനോ സാധിക്കുന്നില്ല. ഭഗവാന്റെ രൂപമാറ്റം മാത്രമല്ല, ധൃതരാഷ്ട്രർക്ക് അന്ധനായ ധൃതരാഷ്ട്രർക്ക് പോലും ഒരു ചെറിയൊരു മിന്നായം പോലെ ഭഗവാൻ അത് കാണിച്ചു കൊടുക്കുകയാണ്. ആ വിശ്വരൂപതായ കൊണ്ട് അത് മറക്കുകയും ചെയ്യുന്നു. പിടിച്ചു കെട്ടാൻ വന്നവരൊക്കെ സ്തബ്ധരായിട്ട് തങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ ഒരു കൈ വിരൽ പോലും ഭഗവാന് നേർക്ക് ചലിപ്പിക്കാൻ പറ്റാതെ സ്തബ്ധരായി നിൽക്കുകയാണ്. ആ സമയത്ത് വിതുരരെയും സാത്വികയും കൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ട്. എല്ലാം വിതുരരും സാത്വികയും ഭീഷ്മരും ദുര്യോധനനും ധൃതരാഷ്ട്രരും അനുഭവം അത് കണ്ടു. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ദുര്യോധനൻ പിടിച്ചു കെട്ടാൻ പോയി ദുര്യോധനൻ സ്തബ്ധനായി നിൽക്കുന്നത് കണ്ടിട്ട് കർണനും മറ്റുള്ള ദുര്യോധനന്റെ മറ്റ് സഹോദരന്മാർക്കും ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തോ സംഭവിച്ചു. ഭഗവാന്റെ രൂപം അങ്ങോട്ട് മാറി. എല്ലാവർക്കും മനസ്സിലായി എന്തോ സംഭവിച്ചിരിക്കണു. മായ കൊണ്ട് പെട്ടെന്ന് വിസ്മൃതിയിലാണ്ടു. അപ്പോഴേക്കും നോക്കുമ്പോ കൃഷ്ണൻ അവിടെ ഇല്ല. വിതുരരോടും സാത്വികയോടും ഒപ്പം ഹസ്തിനപുരത്ത് നിന്ന് മടങ്ങിക്കഴിഞ്ഞു. ഭഗവാൻ പിടിച്ചു കെട്ടാൻ വരുമ്പോ തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്തുകൊണ്ട് ദുര്യോധനോട് പറയും, മൂഢനായ ദുര്യോധന, വിനാശകാലേ വിപരീത ബുദ്ധി, നിന്റെ അധപ്പതനം, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ഈ വിശ്വരൂപം കണ്ടിട്ട് പോലും മായ കൊണ്ട് ഭഗവാനെ തിരിച്ചറിയാൻ വയ്യാതെ പിന്നെയും പോയി ഭഗവാന്റെ അടുത്തേക്ക് ശകുനിയുടെ നിർദ്ദേശാനുസരണം ദുര്യോധനൻ. എന്നിട്ടോ ഭഗവാനെ വേണ്ട, ഭഗവാന്റെ നാരായണീ സേന മതി എന്ന് പറഞ്ഞ് അതും കൊണ്ട് തിരിച്ചു വന്ന മൂഢനായ ദുര്യോധനാദികൾ. പലരും ചോദിക്കും, ഭഗവാൻ എന്തുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധം ഇല്ലാതെയാക്കാൻ ശ്രമിച്ചില്ല? ഇത് കാലത്തിന്റെ വിധിയാണ്. ഭഗവാന് പോലും അത് തടുക്കാൻ സാധിക്കില്ല. എങ്കിലും ഭഗവാൻ തൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അനീതിക്ക് എതിരെ, അധർമ്മത്തിനെതിരെ ഭഗവാൻ സംസാരിച്ചിട്ടുണ്ട്. നീതിക്ക് വേണ്ടി ഭഗവാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അധർമ്മവും അനീതിയും വർദ്ധിച്ചു വരുന്ന മനസ്സുകൾക്കൊരിക്കലും ഈശ്വരന്റെ വാക്കുകൾ ഉള്ളിൽ നിന്ന് ഭഗവാൻ പറയുന്നത് കേൾക്കാനായിട്ട് അജ്ഞതയിലാണ്ടവർക്ക്, വിപരീത ബുദ്ധിയിൽ പെട്ടവർക്ക്, അധർമ്മികൾക്ക്, ആത്മബോധം നശിച്ചവർക്ക്, അഹന്ത വർദ്ധിച്ചവർക്ക് ഒരിക്കലും സാധിക്കാരിയാമിയായിട്ട് ഭഗവാൻ മനസ്സിനുള്ളിൽ ഇരുന്നിട്ട് അത് തെറ്റാണ് എന്നും ഭഗവാൻ പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാൻ മനുഷ്യർക്ക് അല്ലെങ്കിൽ ആർക്കും സാധിക്കാത്തതിന് കാരണം ഇതാണ്. ആ മായ, ആ അജ്ഞത എപ്പോഴാണോ ഇല്ലാതെയാകുന്നത് അപ്പോൾ മാത്രമേ ഭഗവാന്റെ വാക്കുകൾ മനസ്സിലാക്കാനും ഭഗവാന്റെ ഭക്തനായിട്ട് മാറാനും സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്തവരാണ് പാണ്ഡവന്മാർ. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഭഗവാൻ നിലകൊണ്ടത്. ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ പാണ്ഡവർക്ക് വിജയവും ലഭിച്ചു. അന്തയില്ലാതെ ആത്മസമർപ്പണത്തോടുകൂടി ഭഗവാനെ എല്ലാത്തിനും മുകളിലായിട്ട് ആരാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ ഭഗവാനുണ്ടാകും. അവർക്ക് ജീവിതത്തിൽ എപ്പോഴും വിജയവും ഉണ്ടാവും. അവസാന വിജയം അവരുടേത് മാത്രമായിരിക്കും.
എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീരാധാ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീരാധേ രാധേ.